സാറേ, സി പി എമ്മിൽ എന്താണ് സംഭവിക്കുന്നത്? വലിയ വിഭാഗീയതയാണല്ലോ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇ ജയരാജൻ ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന തരത്തിലുള്ള ചർച്ചയുണ്ടായിരുന്നു. ഇപ്പോൾ ജി സുധാകരൻ ബി ജെ പിയിലാണോ കോൺഗ്രസിലാണോ എന്നറിയില്ല. എന്തായാലും പാർട്ടി മാറുമെന്ന കാര്യം ഒരു പരിധിവരെ ഉറപ്പായിട്ടുണ്ട്. പല പ്രാദേശിക നേതാക്കളും കോൺഗ്രസിലേക്കും ബി ജെ പിയിലേക്കും കൂറുമാറുകയാണ്. എന്താണ് ഇവിടെ കേരളത്തിൽ സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? സി പി എം വലിയ തകർച്ചയിലേക്കാണ് പോകുന്നത്. സി പി എമ്മിൽ വിഭാഗീയതയൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ വലിയ പൊട്ടിത്തെറിയാണ്, ആളവായ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പം പലരും ഓടി രക്ഷപ്പെടുകയാണ്. അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചിലരെയൊക്കെ നേരത്തെ തന്നെ പുറത്താക്കിയിരുന്നു. പിണറായി വിജയനും മരുമകൻ്റെയും ഉയർച്ചയ്ക്കും അവരുടെ സ്ഥാപിത താല്പര്യങ്ങൾക്കും വേണ്ടി വമ്പന്മാരെയെല്ലാം ഓരോ മൂലക്കിരുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ പാർട്ടി സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ഇനി സംസ്ഥാന സമ്മേളനം അടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. ആ അവസരത്തിലാണ് പലയിടത്തും വലിയ പൊട്ടിത്തെറിയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അണികൾ ഉൾപ്പെടെയുള്ളവർ രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം നമ്മളുടെ മുമ്പിൽ നിൽക്കുന്ന വാർത്ത എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലെ മംഗലപുരത്ത് മംഗലപുരത്ത് നടന്ന സമ്മേളനം. അവിടെ ഈ തിരുവനന്തപുരത്ത് ഈ വിഭാഗീയത വളരെ രൂക്ഷമാണ്. ഈ കടകംപള്ളിയും വി ജോയി പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയാണ്, MLA ആണ്. ഇതും കൂടാഞ്ഞിട്ടാണ് അദ്ദേഹത്തെ ലോക്സഭയിലേക്ക് മത്സരിപ്പിച്ചത്. ഇവരുടെ വിഭാഗീയത വളരെ രൂക്ഷമാണ്. ആ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയാണ് തോൽപ്പിച്ച് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. മധു, അദ്ദേഹം ചിലപ്പോൾ ബി ജെ പിയിലേക്കായിരിക്കാൻ പോകുന്നത്. അപ്പം ഈ കടകംപള്ളിയും വി ജോയിയുമായി ഉണ്ടായിരുന്ന വിഭാഗീയത മധുവിനെ പുറത്താക്കുന്ന കാര്യത്തിൽ അവരവിടെ ഒന്നിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ സി പി എമ്മിനകത്തെ വലിയ സംഭവങ്ങളാണ്. ഇപ്പോൾ കരുനാഗപ്പള്ളിയിലെ LC സമ്മേളനം ഉപേക്ഷിച്ചു. അതുപോലെ തന്നെ കൊഴിഞ്ഞാമ്പാറയിലെ സമാന്തര സമ്മേളനം നടക്കുകയുണ്ടായി. അങ്ങനെ പലയിടങ്ങളിലും ചാത്തന്നൂരിലെ മറ്റ് സ്ഥിതിവിശേഷം, പലയിടങ്ങളിലും പലതരത്തിലുള്ള സ്ഥിതിവിശേഷം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് കാരണം അധികാരമോഹമായിരുന്നു. ഇതിനകത്ത് പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തിലെ പലതരത്തിലുള്ള പോക്കിൽ അതൃപ്തരായി എന്നുള്ളതാണ് അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാരണം. ഇപ്പോൾ പിണറായി വിജയൻ 2016 മുഖ്യമന്ത്രി ആകുന്നു. 2021 അത് തുടരുകയും ചെയ്യുന്നു. അതിനു മുമ്പ് പാർട്ടി സെക്രട്ടറി ആയിട്ട് 15 വർഷം ഇരിക്കുന്നു. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ ക്രമേണ തൻ്റെ ചവിട്ടടിയിൽ കൊണ്ടുവരികയാണ് ചെയ്തത്. 2021 എത്തുമ്പോഴേക്കും അദ്ദേഹം പല പ്രഗത്ഭന്മാരെയും വമ്പന്മാരെയും എല്ലാം ഒതുക്കിയിരുത്തിയില്ലേ. കണ്ണൂരിൽ ശോഭിച്ചു നിന്ന പിണറായിയെ പോലെ തന്നെ അല്ലെങ്കിൽ അതിനു മുകളിൽ എത്തേണ്ട പി ജയരാജനെ എവിടെ ഒതുക്കി? പി ജയരാജൻ ഇപ്പോൾ ഖാദി ബോർഡിൻ്റെ വൈസ് ചെയർമാനാണ്. കോൺഗ്രസിൽ നിന്ന് പാർട്ടിയിൽ നിന്ന് ഇറങ്ങി വന്ന ശോഭന ജോർജിന് CPM കൊടുത്ത ഒരിടമാണ് ഈ ഖാദി ബോർഡ് വൈസ് ചെയർമാൻ എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്. അവിടെയാണ് ഈ കണ്ണൂരിലെ ചെന്താരകമായ പി ജയരാജനെ കൊണ്ടുവന്ന് ഒതുക്കിയിരുത്തിയത്. കണ്ണൂരിൽ തനിക്ക് മേലെ തന്നെ വളരുന്നു എന്ന് തോന്നിയപ്പോൾ അവിടെ വെച്ച് വെട്ടി എന്നുള്ളതാണ്. എന്താണ് പറഞ്ഞത്? അങ്ങനെ വ്യക്തി ആരാധനകളൊന്നും പാർട്ടിക്കകത്തില്ല എന്നൊക്കെയല്ലേ പറഞ്ഞത്. നമുക്കറിയാം, പോരാളി ഷാജിയും മറ്റു പലതരത്തിലുള്ള ഫേസ്ബുക്ക് ഗ്രൂപ്പുകളും ഒക്കെ PJ ആർമി ഒക്കെ ഉണ്ടായത്. അതൊക്കെ അവിടെ വെട്ടിനിരത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ EP ജയരാജനെ പലതരത്തിൽ ഒതുക്കി. ശൈലജയെ 2021 മത്സരിപ്പിച്ചു എങ്കിലും മന്ത്രി പദവിയിൽ കൊടുക്കാതെ തന്നെ മാറ്റിയിരുത്തി. പിന്നെ ഐസക്കിനെ ഒതുക്കിയിരുത്തി. സുധാകരന്, അതിലേറ്റവും പ്രധാനിയായിട്ടുള്ള 2 പേരാണ് സുധാകരനും ഐസക്കിനെ കൊണ്ടുവന്ന് പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിപ്പിച്ചു, തോൽപ്പിച്ചു, ഒരു മൂലയ്ക്ക് ഇരുത്തിയിരിക്കുകയാണ്. സുധാകരൻ ഇനിയെന്ത് വളരാൻ, ഇനി കയറി വരാൻ കഴിയാത്ത തരത്തിൽ കൊണ്ടുവന്ന് ഒതുക്കിയിരുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം തനിക്ക് വേണ്ടതായ രീതിയിൽ പാർട്ടിയെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പിണറായി വിജയൻ ചെയ്തത്. എന്നിട്ട് തൻ്റെ സിൽബന്ധികളെ, തൻ്റെ വരുതിയിൽ നിൽക്കുന്നവരെ മാത്രമായിട്ട് ഒതുക്കി നിർത്തുകയാണ് ചെയ്തിട്ടുള്ളത്.
ഇവ രണ്ടാം മന്ത്രിസഭയിൽ വന്നപ്പോൾ ആരുണ്ട്? എല്ലാം തൻ്റെ പരിധിയിൽ നിൽക്കുന്നവരെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതിനപ്പുറം ആരെയുമില്ല. ആരും ഒന്നും പറയാനായിട്ടും തയ്യാറാകുന്നില്ല. ആരെയും ഒന്നും പാർട്ടിയിൽ ഒരു ചോദ്യവുമില്ല. പിണറായിയുടെ മുമ്പിൽ വാലും ചുരുട്ടി നിൽക്കുന്ന കുറേ സഖാക്കന്മാരെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം എല്ലാം പാർട്ടിയുടെ ഇതെല്ലാം പിണറായിയുടെ കാൽച്ചുവട്ടിലായി എന്നുള്ളതാണ്. ആ കാൽച്ചുവട്ടിൽ നിന്നുകൊണ്ട് അഹങ്കാരത്തിൻ്റെ അങ്ങേയറ്റമെത്തി അഴിമതിയുടെ ഒരു വലിയ ഒരു ശേഖരം തന്നെയാണ് പുറത്തേക്ക് വന്നത്. ഇതൊക്കെയാണ് അണികളിൽ രോഷാകുലരാക്കി മാറ്റിയത്. അത് ഓരോ ഉപതെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും കുറയുന്ന വോട്ട് വിഹിതത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ജനം എത്രത്തോളം കരുതിയിരുന്ന് ബാലറ്റ് പേപ്പറിലൂടെ തിരികെ കൊടുക്കുന്നു എന്നുള്ളത്. പലതരത്തിലും ജനങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. കേരളിൻ്റെ പേരിൽ എന്തായിരുന്നു നടന്ന ആഭാസ തരങ്ങളൊക്കെ തന്നെ. ഇതൊക്കെ വളരെ അതൃപ്തിയോടുകൂടിയാണ് പാർട്ടിയിലൊക്കെ തന്നെ, ഈ കേരളയിൽ തന്നെ പരിഷത്തിൻ്റെ ഇടയിൽ തന്നെ, ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ഇടയിൽ തന്നെ, പരിസ്ഥിതി പ്രവർത്തകരുടെ ഇടയിലും വളരെ അതൃപ്തി ഉണ്ടാക്കിയതാണ്. അവരിതെല്ലാം തന്നെ വെട്ടിത്തുറന്ന് പറയുകയും ചെയ്തിട്ടുള്ളതാണ്. പാർട്ടിയിലെ സമുന്നതരായ എത്രയോ നേതാക്കൾ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇ പി ജയരാജൻ പല തരത്തിലല്ലേ തൻ്റെ പ്രതിഷേധമൊക്കെ പ്രകടിപ്പിച്ചിട്ടുള്ളത്. അത് വളരെ കരുതലോടുകൂടി തന്നെയാണ് ഇ പി ജയരാജൻ മുമ്പോട്ട് പോയിട്ടുള്ളതും. തന്നെ അദ്ദേഹത്തെ ഒതുക്കിയിരുത്തി പാർട്ടി സെക്രട്ടറി സ്ഥാനത്തേക്ക് വരേണ്ട ആൾ തന്നെയാണ്. പാർട്ടി സെക്രട്ടറി സ്ഥാനത്തേക്ക് ഒടുവിൽ വിജയരാഘവനെ വിജയരാഘവനെ ആദ്യം ആക്ടിംഗ് ആയിട്ടിരുത്തി. അത് കഴിഞ്ഞിട്ട് പിന്നീട് എം വി ഗോവിന്ദനെ. ഇതൊക്കെ തൻ്റെ രീതിയിൽ തന്നെ നിർത്തുന്ന, തൻ്റെ വരുതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി തന്നെയാണ് ഇപ്രകാരം ചെയ്തിട്ടുള്ളതെന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് പാർട്ടിയെ ഇല്ലാതാക്കി എന്നുള്ളതിൻ്റെ തെളിവാണ്. അതാണിപ്പോൾ നമ്മളിപ്പോൾ സമ്മേളന കാലത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ ഇടങ്ങളിൽ നിന്നും ഈ നേതൃത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ്. അപ്പോൾ വമ്പന്മാരെ എല്ലാം ഒതുക്കി ഇരുത്തുക, ആ ഒതുക്കിയിരുത്തിക്കൊണ്ട് തനിക്കനുസൃതമായിട്ടുള്ള രീതിയിൽ പാർട്ടിയെ, പ്രസ്ഥാനത്തെ കൊണ്ടുപോകുന്ന ഏതൊരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെയാണ് ഇതിനു മുമ്പ് കേരളം കണ്ടിട്ടുള്ളത്? അങ്ങനെയൊന്നും ഉണ്ടായിട്ടേ ഇല്ലല്ലോ. അപ്പോൾ ഇത്തരത്തിൽ ആധിപത്യം സ്ഥാപിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യകാലങ്ങളിൽ പിണറായി വിജയൻ ചെയ്തത് കുറേ പേരെ തൻ്റെ സിൽബന്ദികളാക്കി നിർത്തി അവർക്ക് വേണ്ട ആനുകൂല്യങ്ങളെല്ലാം നൽകിക്കൊണ്ടേയിരുന്നു. എന്നിട്ട് അവരെ മുഴുവൻ ചേർത്ത് നിർത്തി മുമ്പോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തത്. അങ്ങനെ പാർട്ടിയെ ഇപ്പോൾ എന്താണ്, പാർട്ടിക്ക് എന്ത് പറ്റി? കാൽക്കീഴിലെ മണ്ണും മുഴുവൻ ഒലിച്ചു പോകുന്നു എന്ന് മനസ്സിലായിരിക്കുകയാണ്. നെൽക്കക്കള്ളി ഇല്ലാതായിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്താണ് ചെയ്യുന്നത്? 2026 തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു കൊണ്ടുവരും എന്നുള്ളതാണ്. നമുക്ക് പാർട്ടി സമ്മേളനം കഴിയുമ്പോൾ തന്നെ നമുക്കറിയാം പല വമ്പന്മാരും ഈ പ്രസ്ഥാനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു അവസ്ഥ നമുക്ക് കാണേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോഴത്തേക്കും CPM-ൻ്റെ ചിത്രം ആകെക്കൂടെ മാറുകയും ചെയ്യും. ആ സ്പേസിലേക്ക് ഇനി കേരളത്തിൽ വളരാൻ പോകുന്നത് ആരാണെന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. ഇനിയുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ കോൺഗ്രസും BJPയും തമ്മിലുള്ള ഒരു മത്സരമായിരിക്കും ഉണ്ടാകാൻ പോകുന്നതെന്നുള്ളതാണ്. അപ്പോൾ കേരളത്തിന് ഈ CPM സർവനാശം വിതച്ച് കെട്ടടങ്ങാൻ പോവുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു അന്തിമമായിട്ടുള്ള ഒരു കാഹളമാണിപ്പോൾ സമ്മേളന ഇടങ്ങളിൽ മുഴങ്ങി കേൾക്കുന്നത്. അതോടൊപ്പം തന്നെ പണ്ട് കാലത്ത് CPM വിട്ടിരുന്നെങ്കിൽ കോൺഗ്രസ് ആയിരുന്നു അവരുടെ ഓപ്ഷൻ, അല്ലെങ്കിൽ സ്വന്തമായി ഒരു പാർട്ടി രൂപീകരിക്കുക. ഇപ്പോൾ ഒരു പുതിയ ഓപ്ഷനുമായി BJP ഇതാ മുന്നിൽ നിൽക്കുന്നുണ്ടല്ലോ. അത് വലിയ രീതിയിൽ ഈ CPM പ്രവർത്തകരെ സ്വാധീനിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ഇതിനകത്തൂടെ CPM-ൻ്റെ പലതരത്തിലുള്ള മുഖങ്ങളും ഇവിടെ വികൃതമാക്കപ്പെടുകയാണ് ചെയ്യുന്നത്.